പൂച്ചയ്ക്ക് മണി കിട്ടി ടാസ്ക് ജയിച്ച് ഋഷിയും ശ്രീതുവും. എന്താണ് ടാസ്കിൽ സംഭവിച്ചത്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പോയിന്റ് നില എങ്ങനെയാണ്, ഈ ടാസ്ക് നന്നായി പെർഫോം ചെയ്തോ, അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് അനാലിസിസ്, ഇത് മുഴുവനാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ രേഖപ്പെടുത്താം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് രാവിലെ നടന്ന രണ്ട് ടാസ്ക് എപ്പിസോഡിൽ നിന്ന് കട്ടാണ്. അതായത് എനിക്ക് തോന്നുന്നു ഈ പൂച്ചയ്ക്ക് മണി കിട്ടുന്ന ടാസ്ക് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ഒരു സ്ലിപ്പ് എടുത്ത് വായിക്കുന്ന ടാസ്ക് ഇല്ലേ, ആ ടാസ്ക് ഇന്ന് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരും കാര്യങ്ങളും ഇന്നതാണോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അതായത് ഇപ്പം ജാസ്മിനോട് ഒരു കല്യാണം പൊളിക്കാൻ പോയ ആരെ പരിഗണിക്കും അല്ലെങ്കിൽ കൂടെ കൂട്ടുന്നുള്ള ചോദ്യത്തിന് ജാസ്മിൻ ജിൻഡോ എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുമ്പോൾ അപ്പൊ അർജുന പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ടാസ്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30 മുതലാണ്, രാത്രി 7:30 മുതൽ. സോ ഇന്ന് പൂച്ചയ്ക്ക് മണി കിട്ടുന്ന പറയുന്ന രാത്രി ഉറങ്ങാണ്ടുള്ള ആ ഒരു ടാസ്കിലെ അത് കംപ്ലീറ്റ്ലി ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുകയാണ്. സോ എന്തായാലും ആ ടാസ്ക് വിൻ ചെയ്തിരിക്കുന്നത് ശ്രീതുവും ഋഷിയാണ്. സോ അതിന്റെ എങ്ങനെയാണ് ശ്രീതുവും ഋഷിയും ഈ ടാസ്കിൽ 3 പോയിന്റ് വെച്ച് നേടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വരാം. അപ്പം ആദ്യത്തെ ടാസ്ക് ഇതായിരുന്നു. ആ ടാസ്ക് കഴിഞ്ഞ് പൂച്ചയ്ക്ക് മണി കിട്ടുന്നതാണ്. സോ ഇതില് കുറേ ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ നന്ദനയും സായും സിജോയും തമ്മിൽ തെറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. സോ എനിക്ക് എന്താണ് ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ഒന്നും എപ്പിസോഡിൽ കാണിക്കാത്തതെന്ന് വളരെ അത്ഭുതം തോന്നിപ്പോയി. ബിക്കോസ് രണ്ട് ടാസ്കുകളിൽ ജിൻഡോ ചേച്ചി പോയിന്റ് നിലയിൽ നല്ല മുന്നിട്ട് നിൽക്കുന്നതാണ്. ആ രണ്ട് ടാസ്കുകളും എപ്പിസോഡിൽ കാണിക്കാതെ ഈ ഒരു ടാസ്കിലേക്ക് മാത്രം ഒതുക്കിയത് എന്തിനാണ്? അതിന്റെ ഇടയിൽ ഈ ഒരു സ്ലിപ്പ് വായിച്ചിട്ടുള്ള ടാസ്ക് ഇമ്പോർട്ടന്റ് ആക്കി കൊടുത്തത് എന്തിനാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. സോ എന്തായാലും രണ്ട് ടാസ്ക് ജിൻഡോ ചേച്ചിണ്ടായിരുന്നു. ഒരു ടാസ്കിൽ സെക്കൻഡ് പ്ലേസ് അർജുൻ വന്നിട്ടുണ്ടായിരുന്നു. അഭിഷേക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാര്യം അതൊന്നും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചില്ല. പിന്നെ പൂച്ചയ്ക്ക് മണി കിട്ടുന്ന പറയുന്ന ടാസ്ക് അവരൊരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ആണ്, ഉറങ്ങാതെ ആരൊക്കെ ഇതിനകത്ത് ഇതാക്കുന്നൊക്കെയുള്ള രീതിയിൽ. സോ എന്തായാലും ആദ്യം ഇതിനകത്ത് മാലയിട്ട് ആ ഒരു ടങ് ട്വിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാസ്കിൽ ജയിക്കുള്ളൂ. അരുതരുത് കുതിരയെ, മുതിരരുത് കുതിരയെ, അതിരിലുള്ള മുതിര തിന്നാൻ മുതിരരുത് കുതിരയെ എന്നുള്ള ടീം ആ ഒരു ടങ് ട്വിസ്റ്റർ. അതുപോലെ തന്നെ റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി കേട്ടോ, ആ ഒരു സംഭവം. സോ എന്തായാലും ഇത് പറയുന്നതായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത്. സോ ഋഷി ആദ്യത്തേതിലും മാലയിട്ടു, രണ്ടാമത്തേലും മാലയിട്ടു. ആദ്യം മാലയിട്ട് ജാസ്മിനാണ്. ജാസ്മിൻ അത് പറയാൻ സാധിച്ചില്ല. നന്ദന ഇട്ടു, നന്ദനയ്ക്ക് അത് പറയാൻ സാധിച്ചില്ല. നന്ദന അതിന്റെ പേരിൽ സിജോയും സായിയും ആയിട്ടൊക്കെ തെറ്റുന്നുണ്ടായിരുന്നു. അതായത് അവര് ചതിച്ചു, അതായത് ജാസ്മിൻ ഇത് മണി അടിച്ചതിന് ശേഷം അവർ ബെല്ല് കേട്ടതിന് ശേഷം ഇടാൻ പാടുള്ളുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ അതിന് മുന്നേ ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദന വെറുതെ ഒരു ഫൈറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇനി എന്റെ ജന്മത്തിൽ നിങ്ങളെ രണ്ടുപേരും വിശ്വസിക്കില്ല, സിജോയും സായിനും വിശ്വസിക്കില്ല. സിജോ അതിനു മുന്നേ ആ ഒരു ടാസ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടെ ആരെ ചതിച്ച നന്ദനെ എങ്ങനെ മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് രക്ഷിക്കുക, അങ്ങനെ അത്രത്തോളം ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. സോ എന്തായാലും അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇനി പൂച്ചയ്ക്ക് മണി കിട്ടുന്നുള്ള ടാസ്കിലേക്ക് വേണം. ആദ്യത്തേതിൽ ഋഷി ഇട്ടിട്ട് റെഡ് ബൾബ് ബ്ലൂ ബൾബ് എന്നുള്ള കാര്യം പറയുന്നു. രണ്ടാമത്തേൽ ഞാൻ പറഞ്ഞതുപോലെ ജാസ്മിൻ, നന്ദന, പിന്നെ ഋഷി അങ്ങനെയാണ് ഇട്ടത്. ഋഷി അതിനകത്തും ടങ് ട്വിസ്റ്റർ പറയുന്നു. ബാക്കി രണ്ടുപേരും ടങ് ട്വിസ്റ്റർ തെറ്റിക്കുകയാണ്. സോ ലാസ്റ്റ് ഇതിലേക്ക് വന്നപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് വന്നപ്പോൾ നന്ദന ഫസ്റ്റ് ഇട്ടു, രണ്ടാമത് ശ്രീതു ഇട്ടു. അങ്ങനെയാണ് ആ ടാസ്ക് വന്നത്. ആ ടാസ്കിൽ അർജുൻ പങ്കെടുത്തിട്ടില്ല, അർജുൻ കടന്നുറങ്ങായിരുന്നു. അഭിഷേക് രണ്ടാമത്തെ മണി ഇടുമ്പോൾ അഭിഷേകും കടന്നുറങ്ങായിരുന്നു. സോ അങ്ങനെ ഇട്ടു. നന്ദന ആദ്യം ഇട്ടു. എനിക്ക് എന്തായാലും ഇടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നന്ദന. പക്ഷേ നന്ദന ആ ഒരു മാല ഇട്ടെങ്കിൽ കൂടിയും നന്ദന ടങ് ട്വിസ്റ്റർ പറഞ്ഞതിൽ തെറ്റിച്ചു. നന്ദന പഠിപ്പിച്ചു കൊടുത്ത ശ്രീതു ആ ടങ് ട്വിസ്റ്റർ അടിപൊളിയായി പറഞ്ഞു. അങ്ങനെ ശ്രീതു അവസാനത്തെ റൗണ്ട് 3 ഇട്ടതുകൊണ്ട് 3 പോയിന്റും, റൗണ്ട് 1 ഇട്ടതുകൊണ്ട് 1 പോയിന്റ് ഋഷിക്ക്, റൗണ്ട് 2 പറഞ്ഞതുകൊണ്ട് 2 പോയിന്റ്, അങ്ങനെ ടോട്ടൽ 3 പോയിന്റ്. അങ്ങനെ രണ്ടുപേർക്കും ഈക്വലി 3 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പം ഒഫീഷ്യലി ഉള്ള പോയിന്റ് ടേബിൾ നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത് അഭിഷേകിനാണ്, 11 പോയിന്റ്. രണ്ടാം സ്ഥാനത്ത് ജിൻഡോയാണ്, 6 പോയിന്റ്. മൂന്നാം സ്ഥാനത്ത് ഋഷിയാണ്, 5 പോയിന്റ്. നാലാം സ്ഥാനത്ത് സായിയാണ്, 5 പോയിന്റ്. അഞ്ചാം സ്ഥാനത്ത് അർജുനാണ്, അർജുന് 4 പോയിന്റ് ഉണ്ട്. സോ ഒബ്വിയസ്ലി ഇതാണ് ടോപ്പ് 5 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പോയിന്റ് ടേബിൾ ഞാൻ ഇവിടെ കാണിച്ചേക്കാം. സോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച സംഭവ വികാസങ്ങളും കാര്യങ്ങളൊക്കെ. സോ എന്തായാലും ശ്രീതു ജയിച്ചപ്പോൾ അവസാനം അർജുൻ വന്നിട്ട് കൈയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങി എണീച്ച് ഇതാക്കിയൊക്കെ വന്ന് കൈയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ എന്തായാലും അടിപൊളി ഒരു ടാസ്ക് തന്നെയായിരുന്നു, എൻഡ്യൂറൻസ് ടാസ്ക്. എനിക്ക് കുറച്ച് ഒരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പിസോഡിൽ ഇപ്പം 2 ടാസ്ക് മനോഹരമായിട്ട് കളിച്ചിരുന്നുണ്ട് രണ്ട് വ്യക്തികൾ എന്നല്ല, 3-4 വ്യക്തികൾ. സോ അവരുടെ ഒന്നും ആ ഒരു പെർഫോമൻസിന് ഇന്നത് കാണിച്ചിട്ടില്ല. ഇനി BB+ലായിരിക്കും അതൊക്കെ കാണിക്കാം. പക്ഷെ BB+ എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു 10 വരെ എപ്പിസോഡ് കാണുന്നവരായിരിക്കും കൂടുതൽ ഉണ്ടാവുക. സോ
എന്തായാലും കൊള്ളാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.